ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മളിത് ഇതിൻ്റെ മുന്നേ ചെയ്ത ഒരു ഫ്രോക്കിൻ്റെ അടിയിൽ ഈ ഫ്രില്ലിട്ട് കൊടുത്തിക്കണമല്ലോ, ഇതെങ്ങനെ ചെയ്തെടുക്കണമെന്നാണ് കേട്ടോ കാണിക്കണത്. ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണത് ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഇതിൻ്റെ ഈ അടിയിലുള്ള ഈ ഫ്രില്ലുണ്ടല്ലോ, അതെങ്ങനെ ചെയ്തെടുക്കണമെന്ന് മാത്രമേ കാണിക്കണൂ. ഈ ഫ്രില്ല് ചെയ്തെടുക്കാനായി നമ്മൾ ഫ്രോക്ക് ചെയ്തപ്പോൾ ബാലൻസ് വന്ന നെറ്റിൻ്റെ പീസുകളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കണത്. ആ ഫ്രോക്കിന് വേണ്ടി നമ്മൾ ഈ എല്ലാ കളറും ഫ്രില്ലിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കളർ ഫ്രില്ലിടാനാണ് ഇപ്പോൾ കാണിക്കണത്. ഫ്രില്ലുണ്ടാക്കിയെടുക്കാനായി ആദ്യം നമുക്ക് വേണ്ടത് ഈ പീസിൽ നിന്ന് 3 ഇഞ്ച് വീതിയിലുള്ള കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത്. ഈ പീസിൻ്റെ നീളമുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കി ചെറിയൊരു ഭാഗമാക്കി മാറ്റിയെടുക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ചെറുതായി മടക്കി എടുത്തിട്ടുള്ളത്. നീളത്തിൽ 3 ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറേ പണിയാണല്ലോ. ഇങ്ങനെ മടക്കിയിട്ട് കാണ്ട് ഇതുപോലെ പിന്നെ കുത്തി കൊടുത്തുകാണ്ട് 3 ഇഞ്ച് അളന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ മടക്കിയിട്ട പീസ് ഉണ്ടല്ലോ, ഇതിലാണ് 3 ഇഞ്ച് ഇങ്ങനെ അളന്നെടുക്കണത്. ഇതിൻ്റെ ഈ മടക്കിയിട്ട ഭാഗത്ത് 2-3 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ബാക്കി ഭാഗം പിന്നെ മടക്കി എടുക്കേണ്ടി വരും. ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നീളത്തിൽ ഈ 2-3 ഇഞ്ചാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇനി ഞാൻ ഈ വരച്ചെടുത്ത ഈ 3 ഇഞ്ചിൻ്റെ 2 പീസുകളുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ പിന്നക്കൂരി നിവർത്തിയെടുക്കുമ്പോൾ ഇത്രയും നീളത്തിലുള്ള പീസാണ് കേട്ടോ കിട്ടണത്. ഇനി നമുക്ക് ഈ ബാലൻസ് വരുന്ന ഈ പീസ് അതോ ഇതേ രീതിയിൽ നീളത്തിനനുസരിച്ച് ഇങ്ങനെ മടക്കി കൊടുത്തുകാണ്ട് ഫുള്ളായിട്ട് ഇതുപോലത്തെ പീസുകൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ആ പീസിൽ നിന്നും കിട്ടാവുന്ന അത്ര 3 ഇഞ്ചിൻ്റെ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പീസുകൾ മെഷീനിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ ചുരുക്കിട്ടെടുത്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കണത്. അപ്പോൾ ഇനി നമുക്ക് ഇത് മെഷീനിൽ വെച്ച് ചുരുക്കിട്ടെടുക്കണത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു പീസ് ഇതുപോലെ മെഷീനിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് സ്റ്റിച്ച് ചെയ്യണതിനനുസരിച്ച് കൈകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കണം. ചുരുക്കം ഇങ്ങനെ നീക്കി കൊടുത്താൽ അതിങ്ങനെ ബാക്കൊക്കെ ചുരുക്കായി കിട്ടുന്നത് കാണാം. ഇത് പല രീതിയിൽ ചെയ്തെടുക്കണമല്ലുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു രീതിയാണ് എളുപ്പമായിട്ട് തോന്നിയത്. ചിലർ സ്റ്റിച്ചിങ് ലെങ്ത്ത് കൂട്ടി കൊടുത്തുകാണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തുകാണ്ട് വലിച്ചു കൊടുക്കണവരുണ്ട്. അങ്ങനെ ചെയ്തെടുത്താൽ അതിൻ്റെ ഇടയിൽ സ്റ്റിച്ച് പൊട്ടിപ്പോയാൽ രണ്ടാമത് നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇത് ഒരുപാട് ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് ആ രീതിയിൽ ചെയ്തെടുക്കുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഫ്രോക്കിൻ്റെ യോക്കിലൊക്കെ ഫ്രില്ലിട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ ആ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കൽ. അത് ഇതിനേക്കാളും ഒരു 4 ഭാഗമല്ല ചെയ്തെടുക്കാണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, അത് വീണ്ടും ചെയ്തെടുക്കാനുള്ള ഫ്രില്ലേ വരുള്ളൂ. ഇതങ്ങനല്ല, ഇത് മീറ്റർ കണക്കിന് ചെയ്യാനുള്ളതല്ലേ. ഈ അടിഭാഗത്ത് കൊടുക്കാനുള്ള ഇതിന് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗം ഇത് തന്നെയാണ്. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അത് നമുക്ക് നോക്കണ്ട, നമുക്ക് അങ്ങനെ ഫ്രില്ലിട്ട് കൈകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുത്ത് പോയാൽ മതി. ചിലർ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് ഇങ്ങനെ നീക്കി കൊടുക്കാറുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുത്താൽ തന്നെ മതി, നല്ല രീതിയിലുള്ള ഫ്രില്ലായി കിട്ടും കേട്ടോ. ഞാനതിലുള്ള എല്ലാ കളറും ഈ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു പീസ് ഫ്രില്ലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ എൻഡിലേക്ക് അടുത്ത പീസ് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് അതിനോട് യോജിപ്പിച്ച് തന്നെ ഫ്രില്ലിട്ട് പോയാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ആ കളറുള്ള പീസ് എല്ലാം യോജിപ്പിച്ച് ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ആ ഫ്രോക്കിന് വേണ്ട ബാക്കി 6 കളറും ഞാൻ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു ഫ്ലവർ കൂട്ടിയിട്ട ഒരു ഫീലാണ് ഇതിങ്ങനെ കിടക്കണാകുമ്പോൾ തോന്നൽ. ഇനി ഓരോ പീസും 4 ലെയറായിട്ടാണ് കേട്ടോ ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വെച്ച് കൊടുക്കുന്ന ലെയറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഭംഗി കൂടുക. ഞാനിപ്പോൾ അത് ഓരോ കളറിലും ഇതേ രീതിയിൽ 4 ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഇങ്ങനെ ഒരു ലെയർ സ്റ്റിച്ച് ചെയ്തെടുക്കും, അതിനുശേഷം അതിൻ്റെ മുകളിൽ വേറൊരു ലെയർ, അങ്ങനെ 4 ലെയറായി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 4 ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ കിട്ടുക. അങ്ങനെ ഞാനിപ്പോൾ ആ ഫ്രോക്കിൻ്റെ അടിയിൽ എല്ലാ കളറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.